ഹായ്, ടെയിൽ ആൻഡ് ടീയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് ബുക്ക് മാർക്ക് കഫേയിലാണ്. നിങ്ങൾ ഒരുപാട് പേര് തിരുവനന്തപുരത്തുള്ള ഈ ബുക്ക് മാർക്ക് കഫേയെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. പലരും ഇവിടെ വന്നിട്ടും ഉണ്ടാകും. ബുക്ക് മാർക്കിന്റെ ഒരു സംരംഭമാണ് ഈ ബുക്ക് മാർക്ക് കഫേ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ലൈബ്രറിയിലൊക്കെ കാണുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആയിരിക്കും, ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ അവിടെ പറയുന്നുണ്ടാവും. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള സംഗതികളൊന്നും ഇല്ല. അത് മാത്രമല്ല, ഒരുപാട് പ്രത്യേകതകൾ അഡീഷണൽ ആയിട്ട് ബുക്ക് മാർക്ക് കഫേക്ക് പറയാനുണ്ട് താനും. ഇത് ഉള്ളത് എനിക്ക് പിന്നിൽ കാണുന്നത് അയ്യങ്കാളി ഹാളാണ്. അയ്യങ്കാളി ഹാളിനോട് തൊട്ട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ്. അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ബുക്ക് മാർക്ക് കഫേ ഉള്ളത്. ഒരുപാട് പ്രത്യേകതകൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ആദ്യത്തെ പ്രത്യേകത, ഇത് നമുക്ക് പുസ്തകങ്ങൾ വായിക്കുക മാത്രമല്ല, നമുക്ക് ഈവൻ ബാഗ് കൊണ്ടുപോലും അകത്ത് കയറാൻ പറ്റും. പുസ്തകങ്ങൾ ഇവിടെ ഇരുന്ന് വായിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ പുസ്തകങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിലോ അതിനു വേണ്ടി ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് പുസ്തകങ്ങളുടെ ചർച്ച നടത്താം. അതുപോലെ അതിൻ്റെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ആ ഓപ്പൺ സ്പേസിൽ നമുക്ക് സൗഹൃദ സംഭാഷണങ്ങളാകാം. അതുപോലെ നമുക്കൊരു ചായയൊക്കെ കുടിച്ച് ബുക്ക് വായിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. സ്റ്റേഷനറി ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സംഭവമുണ്ട്. അങ്ങനെ പുസ്തകത്തെ സംബന്ധിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തക ലോകം ഉണ്ടാവുമല്ലോ, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലൈബ്രറി ഉണ്ടാവും. അത്തരത്തില് നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിട്ടാണ് ഈ ബുക്ക് മാർക്ക് കഫേയെ പറ്റി എനിക്ക് പറയാനുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ചേച്ചി ഫസ്റ്റ് ടൈം ആണോ ഇവിടെ വരുന്നത്? അതെ, ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ മാതൃഭൂമി ന്യൂസിലാണ് ആദ്യമായിട്ട് ഈ ബുക്ക് മാർക്ക് കഫേനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഞാനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സും ഇങ്ങനെ വരണം എന്ന് ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വായനാ ദിനത്തിൻ്റെ അന്നാണ് ഉദ്ഘാടനം എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് മുതലേ വരണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ പറ്റിയില്ല. ഇന്നാണ് ആദ്യമായിട്ട് വരുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. നമുക്കിഷ്ടമുള്ള ഒത്തിരി ബുക്സ് ഉണ്ട്, ഒത്തിരി ചോയ്സസ് ഉണ്ട്. നമുക്കിഷ്ടമുള്ള ബുക്സ് വാങ്ങാം. അത് കണക്ക് തന്നെ നമുക്ക് കുറച്ച് കോഫി കുടിച്ചൊക്കെ നല്ല റിലാക്സ്ഡ് ആയിട്ട് വളരെ വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം. അത് കണക്ക് തന്നെ ഇതിൽ ഓരോന്നും നമ്മുടെ ലൈറ്റ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നും. കുറച്ചുകൂടെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ തോന്നും. വായിക്കാനും നല്ല അന്തരീക്ഷം. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് തന്നെ വളരെ നല്ലതാണ്. കഴിവതും വരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്തും. ഓക്കെ, ശരി. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അത് വൈഫ് നിർബന്ധിച്ചപ്പോഴാണ് വന്നത്. പക്ഷെ വന്ന സമയത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് തന്നെ, ഞാൻ ഇടയ്ക്ക് വായിക്കുന്ന ആളല്ല, എന്നും വല്ലപ്പോഴും ഒക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ ഇതിന് എനിക്കൊരു പോസിറ്റീവായിട്ട് കുറച്ച് വായിക്കാൻ തോന്നുന്നു. എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് വളരെ ഒരു നല്ല തീരുമാനമാണ് ഇങ്ങനെ ഒരു കാര്യം. ഒരുപാട് ആൾക്കാർ ഇതിലോട്ട് വായിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടോ? വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. ഞാനിവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, PG. അപ്പം ഞങ്ങളിപ്പോൾ പലതവണയായി വന്നു. അപ്പം നമുക്കൊരു മറ്റ് ലൈബ്രറികളെക്കാളൊക്കെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബാക്കി ലൈബ്രറിയിൽ നമുക്ക് പ്രിൻ്റഡ് നോട്ട്സോ സംഭവങ്ങളോ ഒന്നും കയറ്റാൻ അവർ സമ്മതിക്കില്ല. പക്ഷെ നമുക്ക് നമ്മുടെ മെറ്റീരിയൽസുമായിട്ട് ഇവിടെ വരാം, പഠിക്കാം. അതോടൊപ്പം തന്നെ ആ സമയത്ത് നമുക്ക് ബുക്ക് നോക്കാം, അതുപോലെ വായിക്കാം, കൂട്ടുകാരും എടുത്ത് വരാം. പുറത്തൊക്കെ ആണെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയറും ഉണ്ട്. ഇപ്പോൾ ലൈബ്രറികൾക്ക് ഉപരിയായിട്ട് കുറച്ചുകൂടെ നല്ലൊരു അന്തരീക്ഷം, ഇച്ചിരി ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എൻഗേജ് ചെയ്യാനും ചർച്ച ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളൊരു അവസരം. അത് കേരള ഗവൺമെൻറ് ആണെങ്കിലും ആരുടെ ആണെങ്കിലും നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഇതുപോലുള്ള സംഭവം ഇത് കുറച്ചുകൂടെ വിപുലീകരിക്കണമെന്നാണ് എൻ്റെ ഒരു, അപ്പുറത്ത് സ്ഥലമുള്ളതൊക്കെ അനുസരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റുകൾ കൊണ്ടുവരണം. അപ്പോൾ അതിന് പിന്തുണയും സ്വീകാര്യതയൊക്കെ കൂടുതൽ ലഭിക്കുമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. ഇവിടെ വന്ന് ഇരുന്ന് ബുക്സൊക്കെ വായിച്ച് നോക്കി നമുക്ക് ബുക്ക് സെലക്ട് ഒക്കെ ചെയ്യാം. പിന്നെ നല്ല നല്ല അന്തരീക്ഷമാണ്. ഇതൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ വന്നത്. നല്ലൊരു ഇടമായിട്ട് തോന്നി. പിന്നെ ഇവിടെ സ്ഥിരമാക്കാനുള്ളൊരു ഞങ്ങൾ പറയും ചെയ്ത് സ്ഥിരം വന്നാലോ എന്ന്. സാധാരണ ലൈബ്രറിയിലൊന്നും ഈ മെറ്റീരിയൽസ് ഒന്നും അലൗഡ് അല്ല, പക്ഷെ ഇവിടെ അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കുറച്ചായിട്ട് നന്നായി സമാധാനത്തോടെ കുറച്ച് ഞങ്ങളുടെ വർക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. നല്ല കാര്യം, നല്ലൊരിടം, നല്ലൊരു സ്റ്റാർട്ടപ്പാണിത്. ഇത് നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇത്. ഒരുപാട് പേർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. കാരണം പിള്ളേരെല്ലാം മൊബൈലിൽ ഇരുന്നിട്ട് സമയം സ്പോയിലാക്കി കളയുന്നത്. അപ്പോൾ അവിടെ അറിയുകയാണെങ്കിൽ അവിടെ വന്നിരുന്ന് കുറച്ച് സമയമെങ്കിലും ഒരു 1 hour അവർക്ക് ഇത് ഒരുപാട് ബെനിഫിറ്റ് ആയിരിക്കുമെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്.
അപ്പോൾ എനിക്കായിരുന്നാലും ഇപ്പോൾ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ സിറ്റിയിൽ വന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ 1 അവർ ഇരുന്ന് വായിക്കാനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഇത് ഒത്തിരി ലേറ്റായി പോയി ഇത് തുടങ്ങാൻ എന്നുള്ളൊരു അഭിപ്രായമാണ്. എന്തായാലും ഇനിയും വളർന്ന് പന്തലിച്ച് വളരട്ടെ എന്നുള്ളൊരു ആശംസയാണ്. പിന്നെ എന്താ വലിയ ബുക്കൊക്കെ എടുത്തു വെച്ചിരിക്കണേ? ഞാൻ ബുക്ക് വായിക്കുന്നു. ആ, ചേച്ചിക്ക് തരുമോ? ചേച്ചിക്ക് വലിയ ബുക്കല്ല, ചേച്ചിക്ക് കുഞ്ഞു ബുക്ക് മതി. ഇത് വലിയ ബുക്കല്ലേ? അവ ഏത് ക്ലാസ്സിൽ പഠിക്കണേ? ജൂനിയർ വിസ് ഇല്ല. ജൂനിയർ വിസ് ഇല്ല. എന്താ ഇത് കണ്ടോ? ഇതാ ചേച്ചിയുടെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ എന്തുകൊണ്ടാണ് ബുക്ക് മാർക്കിനെ അത്രയേറെ ഇഷ്ടപ്പെടുകയും മിക്കവാറും ഒഴിവ് ദിവസങ്ങളിൽ അവർ ഇവിടെ വന്നിരുന്ന പുസ്തകം വായിക്കുകയും ചെയ്യുന്നെന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പം ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. എന്തായാലും നമ്മുടെയും തുടക്കവും ഇവിടെ നിന്ന് തന്നെയാണ്. ടെയിൽ ആൻഡ് ടീ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ആശയം ഉരുത്തിരിയുന്നതും ഇതേ ബുക്ക് മാർക്ക് തന്നെയാണ്. എന്തായാലും നമുക്ക് പിന്നെയും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.